Good evening, friends. Welcome back to Agri Gurus Career Guidance 2024. നമ്മൾ രണ്ടാമത്തെ സെഷനിലോട്ട് കിടക്കുവാണ്. അപ്പോൾ ഒന്നാമത്തെ സെഷൻ്റെ അകത്ത് ഐ ഹോപ്പ് യു ഹാവ് സീൻ വാച്ച് ദി വീഡിയോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഗവൺമെൻറ് തരത്തിലുള്ള ജോബ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ സെഷൻ 2 വരുവാണ്. സെഷൻ 2ൻ്റെ അകത്ത് നമ്മൾ മറ്റു ജോലികളും മറ്റു കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. Okay, so without wasting time, let me straight away I'm starting with the first നമ്മളുടെ ആദ്യത്തെ കരിയർ ഓപ്പർച്യൂണിറ്റി ആണ് പ്രൈവറ്റ് കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്, സീഡ് ഇൻഡസ്ട്രി പോലുള്ള മേഖലയിലോട്ട് എങ്ങനെ കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒരുമിച്ചിടാനുള്ള കാരണമുണ്ട്. കാരണം എല്ലാം റിലേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫെർട്ടിലൈസർ കമ്പനി എടുത്തു കഴിഞ്ഞാൽ ലെറ്റ് us take the case of ടാറ്റ റലീസ്. ടാറ്റ റലീസ് ഒരു ഫെർട്ടിലൈസർ പെസ്റ്റിസൈഡ് കമ്പനിയാണ്. അപ്പോൾ അവരൊരു കോർപ്പറേറ്റ് കമ്പനി കൂടെയാണ്, ഒരു പ്രൈവറ്റ് കമ്പനി കൂടെയാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തിലുള്ള കമ്പനികളെയാണ് ഞാൻ റാൻഡമായിട്ടുള്ള കുറച്ച് കമ്പനികളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എങ്ങനെയാണ് ഇവരുടെ റിക്രൂട്ട്മെൻറ്റ്സ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വലിയ MNCസും ഞാൻ എടുത്തിട്ടുണ്ട്, നമ്മൾ കേരളത്തിലുള്ള ചെറിയ കമ്പനികളും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ let us start with there are some very famous companies globally like Corteva, Syngenta, Bayer, Tata, Reckitt, അതേപോലെ മോണ്ടലീസ്, നമ്മളെ കാഡ്ബറിയുടെ ഒക്കെ മദർ കമ്പനിയാണ് മോണ്ടലീസ്. അതേപോലെ ഫെർട്ടിലൈസർ കമ്പനികളായിട്ട് യാരയുണ്ട്, സുവാരി ഉണ്ട്, നഗാർജുന ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ, കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഫെർട്ടിലൈസർ കമ്പനികളും അഗ്രി ഇൻപുട്ട് കമ്പനികൾസും ഒരുപാടെണ്ണം ഉണ്ട്. അതിൽപ്പെട്ട കുറേ ആൾക്കാരാണ് ഇഫ്കോയും ഫാക്റ്റും, അതേപോലെ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്, രാഷ്ട്രീയ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്, അങ്ങനെ RFCL, NFL ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെ, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഞാൻ ഒന്നും കൂടെ പറയും. പിന്നെയാണ് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കമ്പനികളുണ്ട്, പിന്നെ PSSPകളുണ്ട്, ഫൈറ്റോ സാനിറ്ററി സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഫൈറ്റോ സാനിറ്ററി സർവീസ് പ്രൊവൈഡേഴ്സ്, മറ്റു കുത്തക കമ്പനികൾ, അതുപോലെ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് സിന്തൈറ്റ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ആദ്യം നിങ്ങളെ ഇതിനെ ബെനിഫിറ്റ്, നമ്മൾ എങ്ങനെയാണ് ഇതിലോട്ട് എത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സപ്പോസ് നമ്മളിപ്പോൾ ഒരു BSc അഗ്രി മാത്രം കഴിഞ്ഞു. ലെറ്റ് us ഇമാജിൻ ദാറ്റ് നമ്മൾ 4 വർഷത്തെ കോഴ്സ് എക്സ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ടായി. നമുക്ക് എന്താണ്, നമ്മളോടൊരു CV എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് നോക്കാം. CV എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ആകെ ഉള്ളത് നമ്മൾ പഠിച്ച കുറേ കോഴ്സുകളുടെ മാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ OGPA നമുക്കുണ്ടാവും അല്ലേ. പിന്നെ നമ്മൾ എന്തെങ്കിലും റാവേക്കോ അല്ലെങ്കിൽ ഒരു അഗ്രി ബിസിനസ് അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും 1 വീക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് എവിടെ ആഡ് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം അല്ലേ. നമ്മൾ അല്ലാതെ നമുക്ക് പർട്ടിക്കുലറായിട്ട് ഞാൻ ഇന്ന ഒരു മേഖലയിൽ, ഞാൻ ഈ ഒരു പർട്ടിക്കുലർ മേഖലയിൽ, ഫോർ എക്സാമ്പിൾ ലെറ്റ് us take the case of മൈക്രോ ഇറിഗേഷൻ. ഞാനൊരു മൈക്രോ ഇറിഗേഷൻ എന്ന് പറയാൻ കാരണം അത് ടെക്നിക്കൽ സൈഡിലൊരു ഒരു എന്താ പറയുക, ഒരു മേഖലയാണ് നമ്മൾ അഗ്രികൾച്ചറിൻ്റെ അകത്ത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാൻ പറ്റുന്നത് നമുക്ക് ഓർഗാനിക് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഓർഗാനിക്കിൻ്റെ വേ എന്തെങ്കിലും. അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ BScയുടെ ഭാഗമായിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള അഡീഷണൽ പോയിന്റ്സ് നമ്മളെ CVയിൽ എഴുതാൻ 99% BSc അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സ് ഉണ്ടാവാറില്ല. അപ്പോൾ സപ്പോസ് ഇൻഡോസെർട്ട് എന്നറിയപ്പെടുന്ന ഒരു കമ്പനി, നമ്മളെ കേരളത്തിലുള്ള ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കമ്പനി, അവർ ഇൻ്റർവ്യൂവിന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവർക്ക് ഇത് 100 കണക്കിന് അപ്ലിക്കേഷൻസ് വരും. അതിൽ അവർ ആരെയാണ് സെലക്ട് ചെയ്യുക? ഓർഗാനിക്കുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു അഡീഷണൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ അഡീഷണൽ ഒരു കോഴ്സോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡെപ്തിൽ അറിയും എന്ന് ഗ്യാരണ്ടി ഉള്ള ആളെ അവർ സെലക്ട് ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ BSc അഗ്രി കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, BSc അഗ്രി ചെയ്യുമ്പോൾ നമ്മൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിലോട്ട് ഇറങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ CV വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ CV ആണ് ഇനിയുള്ള മാജിക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മൾ ഇതിലൂടെ എല്ലാം കടന്നു പോകും. എങ്ങനെയാണ് ഇതിൻ്റെ റിലവൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ കമ്പനികളിൽ നമ്മൾ കുറേ റാൻഡം കമ്പനികൾ എടുത്തു.
ഇതൊന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന റാൻഡം ആയിട്ടുള്ള മെയിൻ എക്സാമ്പിൾസ് എടുത്ത് കാണിച്ചു തരാണ്. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തരും, കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. സോ ബി പേഷ്യൻറ്റ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു അപ്ലൈ ദിസ്. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ടേക്ക് യുവർ അറ്റൻഷൻ ടുവേർഡ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ ഗുഡ് റെസ്യൂം. ഓക്കെ, ഒരു ഗുഡ് സി വി എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാത്രമല്ല ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാലും അതിലോട്ട് ഒരുപാട് സി വികൾ, ഒരുപാട് പേര് എപ്പോഴും എന്ത് ചെയ്യുന്നു, അതിലോട്ട് നമ്മളെപ്പോഴും അവർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സി വി അതിൽ നിന്ന് ആ കോമ്പറ്റീഷന് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് അല്ലെങ്കിൽ മാറി, അല്ലേ, സ്റ്റാൻഡ് ഔട്ട് നിൽക്കണം. മാത്രം നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഈ സി വി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കൊരാൾ ഒരു സി വി വായിക്കുന്ന ആ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരാളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ആ സി വിയുടെ ഒരു പവറാണ്. അപ്പോൾ നിങ്ങൾ ഇനി സ്വയം ഇവാലുവേറ്റ് ചെയ്യാം. നിങ്ങൾ BSc അഗ്രികൾച്ചർ കഴിഞ്ഞു, വേണ്ട നിങ്ങൾ MSc അഗ്രികൾച്ചർ കഴിഞ്ഞു, അല്ല നിങ്ങൾ PhD അഗ്രികൾച്ചർ കഴിഞ്ഞു, നിങ്ങളോട് 5 മിനിറ്റ് സമയം നിന്നിട്ട് പറയാണ്, ഒരു വൈറ്റ് പേപ്പറിനകത്ത് യു ഡു യുവർ CV ആൻഡ് ഗിവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാനുണ്ട്? അഡീഷണലായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയെ അട്രാക്ട് ചെയ്യാൻ മാത്രം എന്ത് എഴുതാനുണ്ട്? നിങ്ങളെല്ലാവരും ശരിക്കും ഇരുന്ന് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേഖലയുടെ ഇമ്പോർട്ടൻസ്, ഞാൻ ഈ പറയുന്നതിൻ്റെ റെലവൻസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ ഞാൻ ഇനി പതുക്കെ എൻ്റെ PPTയിൽ നിന്ന് നേരെ എൻ്റെ സ്ക്രീനിലോട്ട് പോവാണ്. സോ ബി വിത്ത് മീ, ഐ വിൽ ഷോ യു സം മാജിക് നൗ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എൻ്റെ സ്ക്രീനിലോട്ട് പോകുമ്പോൾ ഞാൻ ക്രോമിലോട്ട് പോകണം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റാലിസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്, ടാറ്റ റാലിസ്. അപ്പോൾ ഈ റാലിസ് എന്ന് പറഞ്ഞ കമ്പനി ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഈ ടാറ്റ റാലിസ്. ഓക്കെ, ഒരു ടാറ്റയുടെ കമ്പനിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെ ഇങ്ങനത്തെ വെബ്സൈറ്റ്സ് കണ്ടു കഴിഞ്ഞാലും, ഏതൊരു അഗ്രികൾച്ചറൽ കെമിക്കൽസിൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാലും അതിലൊക്കെ അതിൽ സൈഡിൽ കരിയർ, എൻ്റെ മൗസ് പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്യണം, കരിയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം, കരിയർ, റൈറ്റ്. അപ്പോൾ ഞാൻ ആ കരിയറിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ കരിയർ എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിനോട്ട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ താഴെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പിന്നെ അതിനടി താഴെ അവരുടെ പോളിസികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ മിക്കവാറും വെബ്സൈറ്റ്സിൽ, ഇപ്പോൾ ഞാൻ മറ്റൊരു വെബ്സൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഐ എം ടേക്കിംഗ് യു ടു അനദർ വെബ്സൈറ്റ് കോൾഡ് FMC ഇന്ത്യ. FMC എന്ന് പറഞ്ഞാൽ ഒരു ആഗോള ഭീമനാണ്. അഗ്രികൾച്ചറൽ പെസ്റ്റിസൈഡ്സിൻ്റെ ഒക്കെ മാർക്കറ്റിങ്ങും പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്ന വലിയ കുത്ത കമ്പനിയാണ്. യു സി, അവരുടെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ കരിയറിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ they are giving us a mail ID. They are asking us to write. If you want to join us, write us to the mail ID. അപ്പോൾ ആ മെയിൽ ഐ ഡിയിലോട്ട് നമുക്ക് നമ്മൾ CV അയച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. മാത്രമല്ല അവർക്കിപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്, അതും അവർ ആ വെബ്സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. Let us take another company called Corteva.com. Corteva AgriScience. Corteva AgriScience is a corporate global. See how they are given global corporate ആണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കരിയറിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ, യു ക്യാൻ സി ഐ ഹാവ് ഓൾറെഡി ഓപ്പൺ ഹിയർ. കരിയർ പേജിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവരെ കമ്പനിക്കകത്തുള്ളത്. അപ്പോൾ നമുക്കിവിടെ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കമ്പനി ഉണ്ടോ, നമുക്ക് ആവശ്യമുള്ള ജോബ്സ് ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യാം. നമുക്ക് അവർക്ക് നമ്മളെ CV ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. യു ക്യാൻ സി ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഈവൻ ഇഫ് യു ആർ ഓക്കെ ടു വർക്ക് ഔട്ട്സൈഡ് the nation also we can give. But what I want to point out is that you can see join our talent network. We'll email you career related information, future job opportunities you may be interested in. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ റെസ്യൂമെ ഡോക്യുമെന്റ് ഫോർമാറ്റിലോ ടെക്സ്റ്റ് ഫോർമാറ്റിലോ PDF ഫോർമാറ്റിലോ 2 MB സൈസിൽ നിങ്ങൾ ഇവിടെ അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് ഈ ഡാറ്റ ഫില്ല് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കണം, സബ്മിറ്റ് ചെയ്യണം, ഇതൊക്കെ സൈനപ്പ് ചെയ്യണം. അപ്പോൾ അവർ നിങ്ങൾക്ക് ഭാവി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഹൗ റെലവൻറ്റ്, ഹൗ ഇമ്പോർട്ടൻറ്റ് യുവർ റെസ്യൂമെ ഈസ്. കണ്ടോ? അപ്പോൾ ഏതൊരു ഗ്ലോബൽ കോർപ്പറേറ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത് കാര്യം ഞാൻ കാണിച്ചു തരാം. എഗെയിൻ നമുക്കിനി ഈ ഗ്ലോബൽ കോർപ്പറേറ്റ്സ് നിന്ന് മാറിയിട്ട് ലെറ്റ് us ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ വി ക്യാൻ അപ്ലൈ ഫോർ എ നോർമൽ പ്രൈവറ്റ് ജോബ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൽ മറ്റൊരു വെബ്സൈറ്റാണ് Indeed.com. റൈറ്റ്, Indeed.com ആണ്. പിന്നെ മറ്റൊരു വെബ്സൈറ്റാണ് Naukri.com. പിന്നെ നമുക്ക് നമ്മളെ ഫേസ്ബുക്ക് പോലെ ഈ എന്താ പറയുക കരിയർ സെൻട്രിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്, അല്ലേ? ലിങ്ക്ഡിൻ എന്ന് പറയും, ലിങ്ക്ഡിൻ. അപ്പോൾ അങ്ങനത്തെ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ സ്വയം എക്സ്പ്ലോർ ചെയ്യുക. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ഷോ യു Indeed.com ജസ്റ്റ് വിത്ത് വൺ എക്സാമ്പിൾ. സോ യു ക്യാൻ സി സ്ക്രീനിനകത്ത് ഞാൻ ഓൾറെഡി ഫാം മാനേജർ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഫാം മാനേജർ
അപ്പോൾ ഞാൻ ലൊക്കേഷൻ കേരള കൊടുത്തിട്ടുണ്ട്. യു സി ദ ഫസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കാം. മാക്സ് ഡൈസ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് കമ്പനിയാണ്, അത് കോഴിക്കോടുള്ള കമ്പനിയാണ്. അവർക്ക് വേണ്ടത് ഒരു ഫാം മാനേജറെയാണ്. അപ്പോൾ അവർ തരുന്ന സാലറി കൊടുത്തിരുന്നത് 25,000 to 30,000 പെർ മന്ത് ആണ്. റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ് ഓവർസിയറിംഗ് ഡെയിലി ഓപ്പറേഷൻസ്, മാനേജിങ് ദി സ്റ്റാഫ്, ഇൻവെൻട്രി മെയിൻ്റനൻസ്, സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി ഫാം ഹൗസ്. See, just by random clicking. So you see how many people would have applied for that. Next job നോക്കുക, പ്ലാന്റേഷൻ മാനേജ്മെന്റ് വണ്ടിപ്പെരിയാർ, പോപ്സ് ഗ്രൂപ്പിനകത്താണ്. വലിയൊരു ടീ പ്ലാന്റേഷൻ ഗ്രൂപ്പാണ് പോപ്സ് ഗ്രൂപ്പ്. പിന്നെ ഫാം മാനേജർ അൻവിറ്റ ടൂർസ് ടു ഹെൽത്ത് കാക്കനാട്, സെയിൽസ് മാനേജർ മോഡേൺ ഡയറി മെഷീൻസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ നൗക്കറിയിലും അതേപോലെ ഇൻഡീഡിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ് us imagine we are applying for this job. അപ്പോൾ ഞാൻ അപ്ലൈ നൗ കൊടുത്തു. ഓക്കെ, അപ്പോൾ എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അപ്ലൈ നൗ കൊടുത്തപ്പോൾ they are asking how can you sign in. So of course ഞാൻ എൻ്റെ ഇതെല്ലാം കൊടുത്ത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഈ ഇൻഡീഡിനകത്ത് നമുക്കൊരു പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ആ പ്രൊഫൈലിലോട്ട് ഇത് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലോട്ട് കണക്ട് ആവും. അപ്പോൾ ഈ കമ്പനിക്ക് നമ്മളുടെ ഇൻഡീഡ് പ്രൊഫൈലും കാണാൻ പറ്റും, അതിൻ്റെ അകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സി വിയും കാണാൻ പറ്റും. നൗ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ യുവർ സി വി അപ്ലോഡ് യുവർ സി വി യു ക്യാൻ ഫൈൻഡ്. കണ്ടോ, അപ്പോൾ അപ്ലോഡ് സി വി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, സി വി ഭംഗിയാക്കുക, സി വി സ്ട്രോങ് ആക്കുക എന്നുള്ളത് പ്രൈവറ്റ് ജോബ് ഹണ്ട് ആണെങ്കിൽ നിങ്ങൾ ചെയ്തേ പറ്റൂ. കാരണം നിങ്ങൾ സ്റ്റാൻഡ് ഔട്ടായി നിൽക്കണമെങ്കിൽ സംതിങ് ഷുഡ് ബി ദർ ഇൻ യുവർ സി വി, റൈറ്റ്. ഇപ്പോൾ ഞാൻ ഇൻഡീഡ് വിട്ടിട്ട് ഞാൻ പതുക്കെ I'll take you to naukri.com. another example. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചും കൂടെ പാൻ ഇന്ത്യ ലെവലിൽ സെർച്ച് ചെയ്യണം. ഐ ഹാവ് ഗിവൺ ദ കീവേഡ് ആസ് ഹൈഡ്രോപോണിക്സ് ഇന്ത്യ. ഓക്കെ, ഐ എം സെർച്ചിങ് ഹിയർ ആസ് ഹൈഡ്രോപോണിക്സ് ഇന്ത്യ. ഞാൻ ലോഗിനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ റാൻഡമായിട്ടൊരു എക്സാം വെറുതെ അടിച്ചു നോക്കിയതാണ്. യു ക്യാൻ സി ജൂനിയർ അഗ്രോണമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വിളിച്ചിരിക്കുകയാണ്. ഏകം അൾട്രാ ഫാംസ്, ബാംഗ്ലൂർ ലൊക്കേഷൻ. അവർക്ക് വേണ്ടത് 1 മുതൽ 3 വർഷം വരെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെയാണ്. 9 ദിവസം മുമ്പ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ കാണുന്നത്. അത്തരത്തിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി നമ്പർ ഓഫ് എക്സാമ്പിൾസ്. അപ്പോൾ നമുക്കറിയില്ല നമ്മൾ സ്യൂട്ടബിൾ, നമ്മൾ അപ്ലൈ ചെയ്യുക, നമ്മൾ റെസ്യൂം, നമ്മൾ നല്ല സി വി വെച്ചിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ആ കമ്പനി ഓഫ് കോഴ്സ് അവർ ഒരുപാട് പേർക്ക് അവർ സ്ക്രൂട്ടിനൈസ് ചെയ്യും. എന്നിട്ട് അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും. നമ്മൾ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് അവർക്ക് നമ്മൾ ഇഷ്ടമാവുകയാണെങ്കിൽ ദേ വിൽ ഗിവ് us the job. We'll work for another 2 to 3 years there. 3 years 4 years എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ അടുത്ത കമ്പനിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ്സ് ഹൗ വി ഡു ഇറ്റ്. ഓക്കെ, ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇങ്ങനെയാണ് നമ്മൾ പ്രൈവറ്റ് ജോബ് ഹണ്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ലെറ്റ് മീ ടേക്ക് ടു അനദർ എക്സാമ്പിൾ, ദറ്റ് ഈസ് സുവാരി അഗ്രോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വലിയൊരു കമ്പനിയാണ്. വേർ യു ക്യാൻ സി നമുക്ക് അവരുടെ വെബ്സൈറ്റിലൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മളെ സി വി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആ വെബ്സൈറ്റിനകത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്ലോഡ് യുവർ സി വി ഹിയർ. സോ again my point is simple, your CV should be super powerful. Okay, now how to make it powerful എന്ന് ഞാൻ കാണിച്ചു തരാം. Now this is another great example that I have to show you, that is Synthite. Okay, അപ്പോൾ Synthite എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള വലിയൊരു ഒലിയോറസിൻ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ആൻഡ് യു ക്യാൻ സി അവരുടെ വെബ്സൈറ്റിനകത്തും കരിയറിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് പ്രൊഫൈൽ അയച്ചു കൊടുക്കാവുന്ന ഓപ്ഷൻ അവരുടെ വെബ്സൈറ്റിലുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികൾ നൗക്കറിയിലും ഇൻഡീഡിലും എല്ലാം വന്നിട്ട് ജോബ് ഹണ്ട് ചെയ്യുക. മീൻസ് അവർക്ക് വേണ്ടത് എംപ്ലോയീസിനെയാണ് അവർ സെർച്ച് ചെയ്യാറുണ്ട്. നമ്മൾ അതിനു വേണ്ടി നമ്മളെ സി വി അയച്ച് ഇൻഡീഡോ നൗക്കറിയോ വഴി നമ്മൾ കൊടുക്കും. ഇഫ് ദേ ആർ സെലക്ടേഴ്സ് വി ഹാവ് ടു ഡു ദ റെസ്റ്റ്. ഇങ്ങനെയാണ് പ്രൈവറ്റ് ജോബ് ഹണ്ട് ചെയ്യാന്നുള്ളത്. ഇപ്പം നിങ്ങൾ ആലോചിക്കും, സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം, ഹൗ ടു മേക്ക് മൈ സി വി സ്ട്രോങ്ങർ, റൈറ്റ്? അപ്പോൾ സി വി സ്ട്രോങ്ങർ ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോഴ്സുകളോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിപ്ലോമകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ഡ്യൂറേഷൻ ഓൺലൈൻ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതെല്ലാം നമ്മൾ സി വിക്കകത്ത് പറയുമ്പോൾ, സപ്പോസ് യു അറ്റൻഡ് എ 6 weeks കോഴ്സ് ഓൺ മൈക്രോ ഇറിഗേഷൻ, അല്ലെങ്കിൽ സപ്പോസ് യു അറ്റൻഡ് എ 1 week കോഴ്സ് ഓൺ ഡിജിറ്റൽ അഗ്രികൾച്ചർ. ഒരു 1 week കോഴ്സ് നിങ്ങൾ ഡിജിറ്റൽ അഗ്രികൾച്ചറിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് സി വിക്കകത്ത് കൊടുക്കുക? യു ഹാവ് ഷിഫ്റ്റഡ് ഫ്രം എ റെഗുലർ യൂഷ്വൽ BSc അഗ്രി ഗ്രാജുവേറ്റ് ടു എൻ എക്സ്പേർട്ട് ഇൻ ഡിജിറ്റൽ അഗ്രികൾച്ചർ ബിക്കോസ് യു ഹാവ് ഓൾറെഡി അറ്റൻഡ് 1 week ക്ലാസ്. You got my point.
ഇപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാൻ പോകുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് കെയുടെ വെബ്സൈറ്റിലോട്ടാണ്. കാരണം നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ കെയുടെ വെബ്സൈറ്റിനകത്ത് 20 ഒരു കോഴ്സിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനുള്ളത്. അത് PG ഡിപ്ലോമ ഇൻ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഓർണമെന്റൽ ഗാർഡനിങ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, BSc അഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് MSc ഒന്നും പോകാൻ താല്പര്യമില്ല, നിങ്ങൾക്കൊരു ഡിപ്ലോമ ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ വണ്ടർഫുൾ ഓപ്ഷൻ ഫോർ യു, ബിക്കോസ് ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺവേർഡ്സ് യു ബിക്കം എ ലാൻഡ്സ്കേപ്പർ. ഈ ഗോട്ട് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ CV-കകത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തോട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് എന്നൊരു വാക്ക് നിങ്ങളുടെ CV-യിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യു ഹാവ് സബ്സ്റ്റാൻഷിയേറ്റിംഗ് പ്രൂഫ്, യു ഹാവ് ദ സർട്ടിഫിക്കറ്റ് ഫോർ ദാറ്റ്. കണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ ഓരോ സ്ഥലത്തും നമ്മൾ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡിപ്ലോമ കോഴ്സുകളും സപ്പോർട്ടിംഗ് കോഴ്സുകളും കാണാം. ഐ വിൽ ടേക്ക് അനദർ എക്സാമ്പിൾ. മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാനുള്ളത് കോഴ്സറയാണ്. കോഴ്സറ എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് where you can sign up, you can log in the website where you can attend number of online courses for free. Okay, അപ്പോൾ കോഴ്സറ എന്ന് പറഞ്ഞൊരു വണ്ടർഫുൾ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ദാറ്റ് യു ക്യാൻ എക്സ്പ്ലോർ. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ കാണിച്ചു തരാം. ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സറയുടെ ഒരു ഇന്ത്യൻ വേർഷനാണ് സ്വയം. ഐ ഹോപ്പ് യു നോ അബൌട്ട് സ്വയം. ഓക്കെ, സ്വയം എന്ന് പറഞ്ഞാൽ മിനിസ്ട്രിയുടെ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ് സ്വയം. ഓക്കെ, അപ്പോൾ എന്താണ് സ്വയം? സ്വയത്തിനകത്ത് നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കോഴ്സസ് കാണാൻ പറ്റും. ഞാൻ ഒരൊറ്റ കോഴ്സ് നിങ്ങളുടെ മുമ്പിൽ, സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഒരു കോഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. യു ക്യാൻ സി വൺ കോഴ്സ് ഈസ് കോൾഡ് as മൈക്രോ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, അത് ഓഫർ ചെയ്യുന്നത് പ്രൊഫസർ കമലേഷ് നാരായൺ തിവാരിയാണ് ഓഫ് IIT ഖരഗ്പൂർ. സോ യു ക്യാൻ സി നമ്പർ ഓഫ് എൻറോൾഡ് ലേണേഴ്സിൻ്റെ എണ്ണം 897 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ താഴോട്ട് പോകുമ്പോൾ യു ക്യാൻ സി എത്ര സമയമുണ്ട്, എന്നാ തുടങ്ങുന്നത്, എന്ന് അവസാനിക്കും, എല്ലാം കൊടുത്തിട്ടുണ്ട്. 12 ആഴ്ചത്തെ ക്ലാസ് ആണ്. ഓക്കെ, യു ക്യാൻ സി അതിനാർക്കാണ് സ്യൂട്ടബിൾ. ഇപ്പോൾ നമ്മൾ BSc മാത്രമുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ ഇതിനാർക്കാണ് സ്യൂട്ടബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീ റിക്വസിറ്റ് അവർ കൊടുത്തിരിക്കുന്നത് യു ക്യാൻ സി MSc ഇൻ ഹോർട്ടിക്കൾച്ചർ ബാർ സോയിൽ സയൻസ് ഓർ അഗ്രോണമി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, MSc അഗ്രോണമി പഠിച്ച ഒരാൾ, he is not an expert in irrigation. Of course he has learned about irrigation, but he is not an expert in irrigation, right? അപ്പോൾ ആള് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 വീക്സ് എന്ന് പറഞ്ഞാൽ റഫ്ലി ഇറ്റ്സ് അറൌണ്ട് 1.5 months, അല്ലേ? ഓർ 2 months, ലെറ്റ്സ് സേ 2 months. 2 മാസത്തെ ഒരു കോഴ്സ് കൊണ്ട് he become like he is an expert, like he becomes like maybe 3 months, 2 to 3 months എടുക്കാം. അപ്പോൾ 3 months കൊണ്ട് ഒരാൾ അയാളുടെ ഡിഗ്രിക്ക് പുറമെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുവദിക്കാതെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ലാബോറട്ടറി, ഇറ്റ് ഡിപ്പെൻസ്, അഗെയിൻ യു ക്യാൻ സി, നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സ് വർക്കൗട്ട് നിങ്ങളെ CV ഭംഗിയാക്കാം. യു ഗോട്ട് മൈ പോയിന്റ്, റൈറ്റ്? അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ വെബ്സൈറ്റ് നിങ്ങൾ തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നമ്പർ ഓഫ് കോഴ്സ് ഉണ്ട്. ഞാൻ റാൻഡം ആയിട്ട് ഒരു ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഓഫ് കോഴ്സ് യു ക്യാൻ സി നൗ ഇഫ് യു ഹാവ് കംപ്ലീറ്റഡ് ദിസ് കോഴ്സ് ആൻഡ് ഇഫ് യു ഹാവ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ കോഴ്സ്, നിങ്ങളുടെ CV നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾ എന്താ എഴുതുക? യു ആർ എൻ എക്സ്പേർട്ട് ഇൻ മൈക്രോ ഇറിഗേഷൻ, യു ഹാവ് അറ്റൻഡഡ് ദ കോഴ്സ്, യു ഹാവ് ദ പ്രൂഫ് ഫോർ ദാറ്റ്, right? That too from an IIT professor. IIT ആണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് യു ഹാവ് ഇഫ് യു അറ്റൻഡ് സച്ച് കോഴ്സസ്, then your CV becomes stronger, then you can apply for private jobs. You got my point? Yeah. ഇനി ഇതും അല്ലെങ്കിൽ you can go to niphm.com, niphm.gov.in, which is a government institute again. ഇതിനകത്ത് ജസ്റ്റ് യു ക്യാൻ സി വാട്ട് ഈസ് കമ്മിങ് അപ്പ്, നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സിനകത്ത് യു ക്യാൻ സി മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ഇൻ റോഡൻസ് ആൻഡ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. അപ്പോൾ റോഡൻസിൻ്റെയും ഹൗസ് ഹോൾഡ് പെസ്റ്റ്, സപ്പോസ് യു ആർ എ ഗ്രാജുവേറ്റ് ഇൻ എൻറ്റമോളജി, നിങ്ങൾ ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ നൗ യു ബിക്കം, നിങ്ങൾ ആരെയും മാറും? ഡെഫിനറ്റ്ലി യു ആർ സമ്മൺ എക്സ്പെർട്ട് ഇൻ അർബൻ പെസ്റ്റ് മാനേജ്മെന്റ്. കണ്ടോ? അപ്പോൾ നമ്മൾ CV സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് ഇഷ്ടംപോലെ മാസീവ് ഓൺലൈൻ കോഴ്സുകളും ഉണ്ട്. അപ്പോൾ അതെല്ലാം അറ്റൻഡ് ചെയ്യുക. ഞാൻ 2-3 റാൻഡം എക്സാമ്പിൾസ് കാണിച്ചു തന്നു, സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് ഈസ് ഡൺ, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊക്കെ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസിബിൾ ആണോ, ഓപ്ഷണൽ ആണോ, വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നോക്കുക. ഓക്കെ, എന്നിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ കോഴ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്താൽ ഗുണം ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നു. യോർ CV ബിക്കംസ് ഡബിൾ സ്ട്രോങ് റാദർ ദാൻ ദ ട്രഡീഷണൽ നമ്മൾ കണ്ടു പരിചയമുള്ള ആ ഒരു ഇതിൽ നിന്നും മാറി യോർ CV ബിക്കംസ് പവർഫുൾ. ഓക്കെ, ഫൈൻ.
Now, let me take to another example, that is ICRISAT. ICRISAT website now, you can go and see Triland Academy. Again, there are a number of courses offered that you can refer. You can go and find out, okay, online certification courses under on new ബ്രീഡിംഗ് ലെവലിലാണ് അല്ലേ, കുറച്ചുകൂടെ ബ്രീഡിംഗ് ലെവലിലോട്ട് വരും. അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇനി ഇക്രിസാറ്റിൻ്റെ വെബ്സൈറ്റിനകത്ത് ചോദിച്ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് കരിയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇക്രിസാറ്റിൻ്റെ വെബ്സൈറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് കാണാം. ഓക്കെ, കരിയേഴ്സ് ഇക്രിസാറ്റിൻ്റെ വെബ്സൈറ്റിനകത്ത്. അപ്പോൾ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ജോബ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ യു ക്യാൻ സീ നമ്പർ ഓഫ് ജോബ്സ് ആർ ദാറ്റ് യു ആൾസോ യു ക്യാൻ അപ്ലൈ. if you are qualified for that, you can apply. Okay, if you have the sufficient degree or അതിന് വേണ്ടിയിട്ടുള്ള റെലവെൻ്റ് ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അപ്ലൈ ഫോർ ദോസ് ജോബ്സ്. ഇങ്ങനെയാണ് ഒരു പ്രൈവറ്റ് ജോബ്സിൻ്റെ സെറ്റപ്പ് എന്നാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിച്ചുള്ളൂ. ഞാൻ യുവർ CV മസ്റ്റ് ബി വെരി പവർഫുൾ വെൻ യു അപ്ലൈങ് ഫോർ പ്രൈവറ്റ് ഓർ കോർപ്പറേറ്റ് സെക്ടർ. ഓക്കെ, ഇനി നിങ്ങൾക്കപ്പോൾ നിങ്ങൾ തോന്നും ഈ നാട്ടിലേക്കുള്ള ചെറിയ ചെറിയ കമ്പനികളൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഓഫ് കോഴ്സ് യു ക്യാൻ. ദാറ്റ് ഇസ് അതൊന്നും കുറ്റം പറയാനൊന്നുമില്ല, മോശം പറയാനൊന്നുമില്ല. ഇറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി പീപ്പിൾ. സോ മാർക്കറ്റിംഗ് ജോബ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു സീഡ് കമ്പനി അല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസർ കമ്പനി, ഒരു അഗ്രി ഇൻപുട്ട് കമ്പനി. അപ്പോൾ അവർ അവരുടെ പ്രൊഡക്റ്റ് അവരുടെ ഫാർമേഴ്സിന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഫീൽഡ് ലെവലിൽ, ഗ്രൗണ്ട് ലെവലിൽ മാർക്കറ്റിംഗ് ഏജൻസിനെ വേണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് BSc അഗ്രി ഗ്രാജുവേറ്റ്സിനെ അവർ ഹയർ ചെയ്യാറുണ്ട്. പക്ഷെ ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, യു വിൽ ബി ഗിവൺ ടാർഗറ്റ്സ്, യു വിൽ ബി ഗിവൺ റീജിയൻസ്, യു വിൽ ബി ഗിവൺ ക്ലയൻസ്. അപ്പോൾ യു ഹാവ് ടു ട്രാവൽ ലോട്ട്. അപ്പോൾ മോസ്റ്റ് കേസസിൽ ഞാൻ കണ്ടതനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ടൈപ്പ് ജോലി അല്ലെങ്കിൽ സെയിൽസ് ടൈപ്പ് ജോലി വരുന്നതെല്ലാം ആൺകുട്ടികളെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം ഓഫ് ഓൺലി വൺ റീസൺ, കാരണം അത്ര റിസ്ക് പിടിച്ച ജോലിയാണ്. കാരണം ട്രാവലിംഗ് ഒരുപാടുണ്ടാവും, 2 വീലർ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ സൈറ്റ് വിസിറ്റ്സ് ഒക്കെ ഉണ്ടാവും. സോ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ഹെക്ടിക് ജോബ്. ഓക്കെ, സോ either you can go for such kind of jobs, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കമ്പനിയിലോട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഐ ഓൾവേസ് ടെൽ അബൌട്ട് ഹിം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് I'll call him F. ഓക്കെ, because we don't want to disclose anyone's name here. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. Just show you how it is done എന്ന് കാണിക്കാം. അപ്പോൾ my friend name is F. Okay, so he completed his MSc in agricultural entomology. Okay, agricultural entomology. He is a fine agricultural entomologist because he is so well versed in research activities. So, but unfortunately, he was not interested to do PhD. But what he done is that after completing MSc, he worked for some here and for some contract jobs, etc., for about 8 months. Suddenly, what he done is that he applied for a job on Naukri or Indeed. I don't remember which website. Indeed or Naukri attended. He was taken into an MNC. Okay, MNC at Delhi. Okay, Delhi. He worked here for about 5 years. Now, what did he achieve? He was the research and development. He was working in the R&D wing of that company. So R&D wing പറ്റിയ ആളായിരുന്നു ആൾ. കാരണം he was already having research aptitude and his CV was full of research items. So he was absorbed by this company. He worked there for 5 years. After working there for 5 years, he got a better opportunity in another better company. So he shifted to that company. Now he is working there for last 2 years. Now what he will do? He will work here for another 5 years. Then when he get a better opportunity, he will shift to another company. Right? So this is how it is done. Private jobs are like this. But you'll be getting very good salary. You'll be respected. You'll be having sort of lot of responsibilities. You'll have lot of serious jobs. Play cheyanundavum. That is how it is done. The only thing again I have to highlight is that your CV should be standing out from the rest of their CVs. So for that, you need to have some sort of powerful magic. Understood? So that is how it is done. Now let me take to another opportunity for PSC Agri graduates, that is startups or self-employment. Okay, so since government has already given a lot of support for startups, startup mission ഉണ്ട്, ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്സ് ആർ ദർ, സോ മെനി അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്സ് ആർ ദർ. റൈറ്റ്, ലൈക്ക് ഒരു എക്സാമ്പിൾ പറയാനുള്ളത് നിഞ്ചാക്കാർട്ട്. വൺ ഓഫ് ദി സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നിഞ്ചാക്കാർട്ട്. അപ്പോൾ നിങ്ങൾ നിഞ്ചാക്കാർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് വെബ്സൈറ്റ് നിങ്ങൾക്ക് ചെയ്യാം. ദേ ആർ നത്തിങ് അതർ ദാൻ ഫ്രഷ് ഫാം പ്രൊഡ്യൂസിനെ മാർക്കറ്റിലോട്ട് എത്തിക്കുക, ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് നിഞ്ചാക്കാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്. പക്ഷെ ബട്ട് ഇഫ് യു ഗോ ബിഹൈൻഡ് ദീസ് സ്റ്റാർട്ടപ്സ്, യു വിൽ ബി സർപ്രൈസ് ടു സീ ദാറ്റ് മോസ്റ്റ് ഓഫ് ദം ആർ സ്റ്റാർട്ടഡ് ബൈ എഞ്ചിനീയേഴ്സ്, ബിടെക് ഗൈസ്, നോട്ട് ബൈ അഗ്രികൾച്ചർ എഞ്ചിനീയേഴ്സ് ബട്ട് അതർ സബ്ജക്ട് ബിടെക് ഗൈസ്. അപ്പോൾ BSc അഗ്രികൾച്ചർ പഠിച്ച ആൾക്കാർക്ക് ദേ ഹാവ് സോ മച്ച് ഓഫ് നോളേജ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ നോട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടപ്സ്, റൈറ്റ്? സ്റ്റാർട്ടപ്സ്. അപ്പോൾ നിങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ദറ്റ് ഐ ക്യാൻ ഷോ യു ഈസ് ദറ്റ് ഈ പരിപാടി, ഈ ക്ലാസ് ഹോസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണ് കോൺഗ്ലോമർ ഇന്ത്യ, Conglomer India Private Limited. And Conglomer India Private is one of the startups in Kerala, right? Last 3 to 4 years they have been working, and they are making they are successful, and it is going good. I know them personally. So Conglomer India is one of the small startups in Kerala. Of a number of startups you can think about, it's up to your brain, right? You should think about a possible നല്ലൊരു ഫേവറബിൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഷൈൻ ചെയ്യാൻ പറ്റുന്ന സെലക്ഷൻ എടുക്കുക. അതിൽ സ്റ്റാർട്ടപ്പ് ആകാനെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് നിങ്ങൾ ചിന്തിക്കാം. ഐ ടെൽ യു സം എക്സാമ്പിൾസ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ആള് MSc അഗ്രികൾച്ചർ തന്നെയാണ്. സോ ആഫ്റ്റർ MSc അഗ്രികൾച്ചർ ഹി വാസ് സോ പാഷനേറ്റ് അബൌട്ട് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ച്. ഹി വാസ് സോ പാഷനേറ്റ്. നൗ വാട്ട് ഹി ഡൺ ഇസ് ദാറ്റ് he collects indoor plants from different parts of the country, and he has his own small nursery setup. Now what he'll do is that ഈ പറഞ്ഞിരിക്കുന്ന പ്ലാന്റ്സിനെ ആൾ മാർക്കറ്റ് ചെയ്യും ആഫ്റ്റർ പ്രോപ്പർ പാക്കേജിങ്, ആഫ്റ്റർ പ്രോപ്പർ that is his trade magic. Now he'll market it to the through Instagram and other social media, and he makes good amount of money. So startups അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് പാഷനേറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ ഗുഡ് തിങ് ഫോർ യു. But you have to understand the risk factor also. It is not easy. You have to have fund. First of all, fund, support from many people, support from the government. Then you should have a vision for another 5 to 6 years, how your company should be, how it should operate. What if there is a loss? What if there is a failure? All things should be worked out. Pakka if you are confident enough, startups or self-employment is always the best option, because you are your own boss. No one will control you. You are your boss. You will decide others, right? So it's a good opportunity if you are interested. Fine. Now, let me come to the last session of my entire career guidance sessions. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലാസ്റ്റ് ഞാൻ പറയാൻ വിചാരിച്ചതെന്ന് പറയും, ഹയർ സ്റ്റഡീസിൻ്റെ റെലവൻസ് ആണ്. നമ്മൾ BSc അഗ്രികൾച്ചർ മാത്രം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ഓപ്ഷൻസ് ആർ ആക്ച്വലി വെരി ഫ്യൂ. വൈ? ഞാൻ ഈ പറഞ്ഞ സെഷൻ 1-ലും സെഷൻ 2-ലും ഒക്കെ പറഞ്ഞത് BSc അഗ്രികൾച്ചർ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. വളരെ കുറച്ച് ലൈക്ക് ബാങ്ക് യു ഹാവ്, അല്ലെങ്കിൽ യു ഹാവ് സം കമ്പനീസ് ദാറ്റ് വിൽ ഹയർ യു അല്ലെങ്കിൽ ഗിവ് യു 15K 20K സാലറി തരും. But you remember that higher studies are very, very important, because higher studies ഉണ്ടെങ്കിൽ, let it be PG, PhD, MBA, PGDM or some other degree, whatever. But higher studies are damn important for us. അപ്പോൾ BSc അഗ്രി മാത്രം വെച്ചിട്ട് സ്റ്റക്ക് ചെയ്ത് എവിടെയെങ്കിലും എൻഡ് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ, I think it is difficult, because if you are preparing for exam, you can do your higher studies. Even if you are preparing for some other competitive exams ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഡിഗ്രി സൈഡിൽ ചെയ്യാം. But higher studies is very, very important. Okay, if you are not interested, leave it. But I always recommend my juniors that higher studies you must do. Okay. Now നമുക്കറിയാം ഹയർ സ്റ്റഡീസ് എടുത്തു കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ട് നമുക്കറിയുന്നതാണെന്ത്, PG നമുക്കറിയാം, MSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ MSc ഹോർട്ടിക്കൾച്ചർ. അപ്പോൾ നമുക്ക് IRI, അതേപോലെ ഇന്ത്യയിലെ ടോപ്പ് അഗ്രികൾച്ചർ SAU, സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, PAU അല്ലേ, GB പന്ത്നഗർ യൂണിവേഴ്സിറ്റി, പിന്നെ ഹിസാർ HAU, CCSS HAU, അങ്ങനെ നമ്പർ ഓഫ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് ആർ ദർ. യു ക്യാൻ ഗോ ഡു ആൻഡ് യു ക്യാൻ ഡു. എങ്ങനെ നിങ്ങൾക്കറിയാം, ICR എക്സാം ഉണ്ട്, ഇറ്റ്സ് കോൾഡ് AIEEA-PG എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. ഈ എക്സാം എഴുതിയിട്ട് നിങ്ങൾ JRF കൂടെ യു ക്യാൻ ഡു MSc അല്ലേ. ഇഫ് യു ഡു MSc, then you can SRF എക്സാം എഴുതാം. then you can do PhD with SRF, okay, with this government scholarship കൂടെ PhD ചെയ്യാം. ഇതൊന്നും ഇല്ലാതെയും, ഈ പറഞ്ഞതൊന്നും ഇല്ലാതെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. Even you can see ICR AE PG വഴി വരുന്ന ആൾക്ക്, if you are not in your domicile state, they'll give you 5K per month. Okay, even they are giving support for that.
അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി. ഇഫ് യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഹയർ സ്റ്റഡീസ്, നെവർ ലീവ് ഇറ്റ്. ഓക്കെ, then of course you have Kerala Agriculture University. Since you are from Kerala, Kerala നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. യു ഹാവ് നമ്പർ ഓഫ് അഗ്രികൾച്ചർ കോളേജസ് ഹിയർ, നമ്പർ ഓഫ് ഡിഗ്രീസ് ആർ ഓഫേർഡ് ഹിയർ. യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ KU. ഓക്കെ, ദാറ്റ് ഈസ് അനദർ സൈഡ്. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് MBA ആണ്, അല്ലെങ്കിൽ ABM എന്ന് പറയും, അഗ്രി ബിസിനസ് മാനേജ്മെൻ്റ് ആണ്, IBM. ഓക്കെ, ബോത്ത് ആർ സെയിം, MBA ഓർ ABM. ഇത് നമ്മളുടെ ഇന്ത്യയിൽ IIMs തുടങ്ങി, മാനേജ് തുടങ്ങി, ഈവൻ KAU, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വരെ ABM കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ക്യാമ്പസസ് ആർ ദർ, ദേ ഓഫർ നമ്പർ ഓഫ് ഡിഗ്രീസ്, ഹയർ സ്റ്റഡീസ് ദാറ്റ് ആർ ഗുഡ് ഫോർ യു. ബട്ട് ദ ഓൺലി തിങ് ഈസ് ദാറ്റ് ഇതിനൊക്കെ കയറണമെങ്കിൽ യു ഹാവ് ടു റൈറ്റ് എൻട്രൻസ് എക്സാം. ചുമ്മാ ചെന്ന് കഴിഞ്ഞാൽ ദേ വോണ്ട് ഗിവ് യു അഡ്മിഷൻസ്. ലെറ്റ് us see how they are done. അപ്പോൾ നമുക്കറിയാം, MSc അഗ്രി ഹോർട്ടി ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ICARൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയ IRAയിലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസ് എക്സാം എഴുതി നമുക്ക് അതിലോട്ട് കയറാൻ പറ്റും. യു നോ ദിസ്. ഓക്കെ, ഇനി ABM ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസിൻ്റെ എക്സാംസ് എഴുതി നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇനി നമുക്ക് മറ്റൊരു മേഖലയാണ്, നമുക്ക് പോകാവുന്ന മറ്റൊരു മേഖലയാണ് MSc ഫുഡ് ടെക്നോളജി. കാരണം CSIR CFTRI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂരുണ്ട്, അവർ MSc ഫുഡ് ടെക്നോളജി ഓഫർ ചെയ്യുന്നുണ്ട്. അത് BSc അഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതിന് വേണമെങ്കിൽ നമുക്ക് CFTRയുടെ എക്സാം എഴുതിയിട്ട് വേണം പോകാൻ. ബട്ട് കരിയർ ഓപ്ഷൻസ് ആർ വെരി 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 ടൈറ്റ് നൗ ഡേയ്സ്. കാരണം ദേ വിൽ ഡു ക്യാമ്പസ് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് പല ITC അതേപോലെ നെസ്ലെ പോലുള്ള കമ്പനികളൊക്കെ അവിടെ വന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ചെയ്തിട്ട് ബ്രൈറ്റ് സ്റ്റുഡൻസിനെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് അനദർ തിങ്. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ, യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റിൽ MSc ഫുഡ് ടെക്നോളജി. MSc ഫുഡ് ടെക്നോളജി ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്ന കോഴ്സാണ്. സോ വെൻ യു കം ടു ദി മാർക്കറ്റ് യു ഹാവ് ടു ഫേസ് ടൈറ്റ് കോമ്പറ്റീഷൻ. ദാറ്റ് ഈസ് അനദർ തിങ്. ഫൈൻ. The next one is PGDM or ABM. So PGDM or ABM are offered at ICR, National Academy of Agriculture Research Management, Hyderabad. Then NIAM Hyderabad, Manage Hyderabad like a course offer ചെയ്യുന്നുണ്ട്. Where you can see you have to write CAT അല്ലെങ്കിൽ CMAT പോലുള്ള മാനേജ്മെന്റ് എൻട്രൻസ് ടെസ്റ്റുകൾ എഴുതിയാൽ മാത്രമേ അതിൻ്റെ സ്കോർ പ്ലസ് ഇൻ്റർവ്യൂ, സ്കോർ മാത്രം പോരാ, ദേ വിൽ ആൾസോ കണ്ടക്ട് ഇൻ്റർവ്യൂ. അതിൻ്റെ ഇൻ്റർവ്യൂവിനെ ബേസിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോഴ്സുകളെല്ലാം അഡ്മിഷൻസ് എടുക്കാം. ഇതാണ് ഒരു ഓപ്ഷൻ, PGDM ABM. ഇനി മറ്റൊരു കോഴ്സാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ മാനേജ്മെൻറ്റ്, PGDAEM. അത് ഓഫർ ചെയ്യുന്നത് മാനേജിൽ തന്നെയാണ്. വേർ യു ക്യാൻ ഗിവ് ഡയറക്റ്റ് അപ്ലിക്കേഷൻ. വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇനി മറ്റൊരു ഓപ്ഷനാണ് PGDM RM റൂറൽ മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓഫേർഡ് ബൈ IRMA ഈസ് ഇൻ ഗുജറാത്ത്, ആനന്ദിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ്, IRMA ഗുജറാത്ത്. അതും ഈ പറഞ്ഞ CAT CMAT പോലെ മാനേജ്മെൻറ്റ് അഡ്മിഷൻ എൻട്രൻസ് എക്സാംസിൻ്റെ സ്കോർ വെച്ചിട്ട് ഇൻ്റർവ്യൂ വെച്ചിട്ടാണ് ഇവിടെ എല്ലാം അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ബ്രൗസ്. ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് IRMA, ഗോ ബ്രൗസ് IRMA. യു ഫൈൻഡ് ദ പിക്ചേഴ്സ്. If you find the pictures of IRMA, you will fall in love with the campus. ഓക്കെ, നിങ്ങൾ അതിൽ പഠിക്കാൻ തോന്നുന്നില്ല അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ, റൈറ്റ്? അപ്പോൾ അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഓൾവേസ് തിങ്ക് ദാറ്റ് യുവർ ഹയർ ഡിഗ്രി, ഹാവിങ് എ ഹയർ ഡിഗ്രി, ഹയർ ക്വാളിഫിക്കേഷൻ ഈസ് ഓൾവേസ് എൻ ആഡഡ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത മേഖലയിലോട്ട് പോകാം. അതാണ് ABMൻ്റെ MBA ചെയ്യാൻ പോവാം. അതിൽ സോണിപ്പെട്ടിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. യു ക്യാൻ സി CAT MAT CMAT ഒക്കെ വെച്ചിട്ട് തന്നെ ആൾ കയറാൻ പോകുന്നത്. പിന്നെ MTech in food chain supply. This is limited for us anyway. There you can see number of exams are there. NIFTM. Okay, NIFTM പോയിട്ട് ചെയ്യാം. ഇതെല്ലാം NIFTM ആണ്. NIFTM ഇറ്റ്സ് കോൾഡ് as NIFTM. ഇൻസ്റ്റിറ്റ്യൂട്ട് പേര് NIFTM എന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, CAT ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു IIMs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്സ്. അവിടെ പോയിട്ടും ഇതേപോലെ MBA ചെയ്ത് കഴിഞ്ഞാൽ you will be paying good fees, but you will be absorbed within the completion of your degree. You will be taken by international companies. You will be given salaries of 2 to 3 lakhs per month. 3 lakhs per month ഒക്കെ സാലറി വാങ്ങുന്നവരും അതിലേറെ സാലറി വാങ്ങുന്നവരും എനിക്കറിയാം. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് സെക്ടറിലോട്ട് ഇറങ്ങാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇത്തരത്തിൽ മൂവ് ചെയ്യുക. അതല്ല സയൻറ്റിസ്റ്റ് അക്കാഡമിക് ലെവലിലോട്ട് മൂവ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയോട് പ്രിഫർ ചെയ്യാം. ഓക്കെ, അതല്ല ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആൾവേസ് റിമെമ്പർ ദാറ്റ് യുവർ CV മസ്റ്റ് ബി സ്ട്രോങ്. ഫോർ ദാറ്റ് യു ഹാവ് ടു അറ്റൻഡ് എക്സ്ട്രാ കോഴ്സസ്, എക്സ്ട്രാ ക്ലാസ്സുകളും എക്സ്ട്രാ ഓൺലൈൻ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ CV സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ആരും നിങ്ങളുടെ സ്കോർ നോക്കില്ല. they are not worried about your OGPA. They are worried what can you give to the company, right? So this is how it is done. So in 2 sessions
I have covered in very brief. എനിക്കറിയാം വളരെ ബ്രീഫായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. So far we have discussed about ഗവൺമെൻറ് സെക്ടർ, പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിലോട്ട് എങ്ങനെയാണ് എൻട്രി വരുന്നത്. എക്സാംസ് ആണ് 99% എക്സാംസ് വെച്ചിട്ടാണ്. Then private സെക്ടറിലോട്ട് വന്നു കഴിഞ്ഞാൽ they conduct exams. Some of them conduct exams first, then they do interview and all. Some of them are direct recruitment through uploading of the CV or sending of the CV. Therefore, CV is very important. Then we have discussed about when you take whatever നിങ്ങളുടെ ഫ്രണ്ടിലുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് കരിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്സ് ആണ്. കാരണം നിങ്ങളുടെ ബോസാണ്, നിങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്സ് വളരെ ഫേവറബിൾ കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ റിസ്ക്സ് ഇൻവോൾവ് ആണെന്നൊക്കെ നമ്മൾ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഫൈനലി ഈ പറഞ്ഞ എന്തെടുത്തു കഴിഞ്ഞാലും, ഈ മുകളിൽ പറഞ്ഞ ഏതൊരു കോഴ്സ് എടുത്ത് ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും always remember that having an extra qualification, additional qualification, higher qualification is always an added advantage, a powerful figure. അപ്പോൾ ഓർത്തിരിക്കുക, how you can do MBA, CFTR അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി എങ്ങനെ ചെയ്യാം. യൂഷ്വലായിട്ട് നിങ്ങൾ MSc ടിപ്പിക്കൽ സ്ഥിരമായിട്ട് കാണുന്ന MSc അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഒക്കെ ആണെങ്കിൽ എങ്ങനെ പോവാം എല്ലാം കാണിച്ചു തന്നു. എക്സാംസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ പോകേണ്ടത്, ഓൾമോസ്റ്റ് ഹാവ് ഷോൺ എവറിത്തിങ്. സോ നൗ ഇറ്റ്സ് അപ് ടു യു ഗൈസ് ടു ഡിസൈഡ് വിച്ച് വേ, ടു ഡിസൈഡ് വാട്ട് ടു ഡു. ഓക്കെ. സോ ഞാൻ എൻ്റെ ക്ലാസ് BSc ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. പലരും BSc കഴിഞ്ഞവരും MSc കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും. സോ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ആൻഡ് happy learning. Thank you.